ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ മെമ്മറീസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുകയെന്ന് മനസ്സിലായോ? ഞങ്ങളിപ്പോൾ കൽപ്പാത്തി പാലക്കാടാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു, ഒരു വീക്കെൻഡ് 2 days ട്രിപ്പ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൽപ്പാത്തി അമ്പലത്തിൽ തൊഴാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫുഡൊക്കെ അടിക്കണം, പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു 2 days പ്ലാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു യാത്രയാണ്. അതെ, ടൂറിസ്റ്റ് ട്രിപ്പാണ് പാലക്കാട് ട്രിപ്പ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുന്ന കാറിലല്ല, ട്രെയിനിലാണ്. അപ്പോൾ ബബ്ബു മണിക്കും കൂടെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞങ്ങൾ ട്രെയിനിൽ വന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി പാലക്കാട് എത്തി. നമ്മൾ സിറ്റിക്കകത്ത് തന്നെ ഒരു റൂം എടുത്ത്, പാൽകാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്, ഹോട്ടലാണ് റൂം എടുത്തത്. എന്നിട്ട് രാവിലെ ഞങ്ങൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, സോഷ്യൽ കിച്ചൺ എന്ന് പറഞ്ഞ നല്ലൊരു ആംബിയൻസ്, തൊട്ടടുത്ത് വലിയൊരു കുളമൊക്കെ ആയിട്ടുള്ള ഒരു കിടിലം ഒരു സ്പോട്ടാണത്. അവിടെ ചെന്ന് നല്ല അടിപൊളി ഉടുപ്പി സ്റ്റൈൽ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല അഫോർഡബിൾ ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച ക്ഷീണത്തിൽ തിരിച്ച് ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി. 4 മണിക്ക് എണ്ണീക്കണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. 5 മണിക്ക് എണ്ണീറ്റാണ് ഞങ്ങൾ തിരിച്ചിപ്പം കൽപ്പാത്തിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രകൾ ഫുള്ള് നമ്മൾ നടത്തിയിരിക്കുന്നത് ഓട്ടോയിലാണ് അല്ലേ? അതും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതെ, ബബ്ബുവിന് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോ. കുട്ടു എന്ന് പറയും. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ടും പിന്നെ അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ നല്ല തിരക്കുണ്ടായിരുന്നു. കാണുന്നതാണ് അമ്പലക്കുളം. അപ്പോൾ അവിടെയും കുറച്ച് നേരം നിന്നൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. നമ്മളിപ്പം അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിട്ട് വിവേക് താണ്ട നേരെ മുളക് വെച്ച് വാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന്. സൂപ്പറാണോ? വിശന്നിട്ടാണ് വിചാരിക്കില്ലല്ലേ? അല്ല, കുംഭകോണം കോഫി കുടിച്ചു, ഇപ്പൊ കൽപ്പാത്തി കോഫി കുടിച്ചു. എന്ത് ചെയ്യാൻ? മൂക്കിലെന്ത് പറ്റിയ ബബ്ബു ചവിട്ടിയതാ. നല്ല ഉണ്ണിയപ്പാണോ? ബബ്ബു ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുകയാണ്. തൊഴുതിറങ്ങിയപ്പോ എന്താ രഥത്തിന്റെ അവിടെ ലൈറ്റ് ഒക്കെ ഓൺ ആക്കി. മൂന്നെണ്ണം ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ വിശ്വനാഥ സ്വാമി ടെമ്പിൾ അല്ലേ? വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ടെമ്പിൾ. അവിടെ നടരാജനാണ്. ചിദംബരത്ത് പോയി നടരാജനാണ്. നമ്മളിപ്പോ ഒരു ശിവൻ അമ്പലം. അവിടെ കുംഭാഭിഷേകം നടക്കാൻ പോയില്ലേ? ഇതായിരുന്നു നമ്മൾ കഴിച്ച വാങ്കോ ചായക്കട. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ അതൊരു വൈബുള്ള ഏരിയ ഇപ്പൊ അല്ലേ? അതെ അതെ. നമുക്കിനി കുറച്ച് നടന്നാലോ അങ്ങോട്ട് നടക്കാം. അങ്ങനെ വിവേകും ബബ്ബു കൂടെ ഇങ്ങനെ ഞാൻ നൈസായിട്ട് ബബ്ബുവിന് വിവേകൻ്റെ കൊടുത്തു. ബബ്ബു അറിഞ്ഞായിരുന്നു ഇപ്പം വിളിച്ചു പോവുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ കൽപ്പാത്തി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിവേക് പറഞ്ഞത്, ഇവിടെയാണ് വിവേക് എന്താണ് ശ്രീദേവിയുടെ തെങ്കാശിപ്പട്ടണം ഇവിടെയാണോ ഷൂട്ട് ചെയ്ത സ്ഥലം അല്ലേ? പിന്നെ ഇവിടെ നമ്മുടെ മറ്റേ വെട്ട സിനിമയിലെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. പിന്നെ വിയറ്റ്നാം കോളനിയിൽ അഗ്രഹാരങ്ങളൊക്കെ. ഓക്കെ, അതൊക്കെ ഇവിടെയാണോ? വിയറ്റ്നാം കോളനി ഇവിടെയാണോ എനിക്ക് അറിയത്തില്ല. പിന്നെ കൂടെ ആക്ച്വലി ആലപ്പുഴ ചെയ്തിട്ട് അഗ്രഹാരമൊക്കെ കാണിച്ച് ഇവിടെ തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവരാഗ ഇവിടെയാണല്ലേ? അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ മുണ്ടുകട കണ്ടു. മുണ്ട് മാത്രമല്ല, നമുക്ക് തോർത്ത്, പിന്നെ അത്യാവശ്യം കുറച്ച് സാരി കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒത്തിരി കാണാൻ കിട്ടാത്ത മുണ്ടുകൾ, മേൽമുണ്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയ കടയാണെങ്കിലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ വിവേകിന് വാങ്ങിച്ചൊരു ഡബിൾ കാവിമുണ്ട്. ഇത് ബബ്ബുവിനൊരു സിൽക്ക്, ഇത് ഒറിജിനൽ സിൽക്കാണ് കേട്ടോ, കുറച്ച് എക്സ്പെൻസീവാണിത്.
ബാക്കിയെല്ലാം ഒരു അഫോർഡബിൾ റേഞ്ച് തന്നെയാണ്. ഈ കാണുന്ന അപ്പൂപ്പനാണ് കേട്ടോ ഈ കട നടത്തുന്നത്. പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അത്യാവശ്യം മെറ്റീരിയൽ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു അച്ചാറും ചിപ്സൊക്കെ വാങ്ങിക്കുന്ന കടയിലോട്ടാണ് പോയത്. ഫ്രൈ ചെയ്തെടുക്കുന്ന ചോറിലൂടെ കഴിക്കാവുന്ന നമ്മൾ പാവയ്ക്കൊക്കെ വറുക്കാൻ എടുത്തിട്ടുണ്ട്. അച്ചാർ വാങ്ങിച്ചു ഒരു ചെറിയ പാക്കറ്റ് മതി. വത്തക്കുഴമ്പ് മതി. അപ്പോൾ ഈ കാണുന്നതാണ് വിവേക് പാലക്കാട് വരുമ്പോൾ തൊട്ട് വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന മദർലാൻഡ് മസാല സോഡയുടെ കട. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഉത്സവം നടക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, ബഹളവും എന്താ പറയുക ഡാൻസും പാട്ടും ഒക്കെയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സർപ്രൈസായിപ്പോയി ഇത്. ഇഞ്ചി ഇഞ്ചി ഇത് നമ്മളുള്ളത് വിജയലക്ഷ്മി ഹോട്ടൽ. ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയും മട്ടൻ കറിയാണ് ഇവിടുത്തെ ഫേമസ്. വെജിറ്റേറിയൻ ഹോട്ടലല്ലേ ഇത്? വെജിറ്റേറിയനൊക്കെ ഉണ്ട്, ദോശ. പക്ഷെ ഇവിടെ ഏറ്റവും ഫേമസ് ഇഡ്ഡലിയും മട്ടനാണ് ഇവിടെ. ഇല്ല, ഇഡ്ഡലി. അങ്ങനെ ചായ പിന്നെയും വളം മേടിക്കാൻ വേണ്ടി പാലക്കാടിലെ സുൽത്താൻപേട്ടിലുള്ള ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പം രാത്രി 10 മണിയായി. ചായയുടെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുന്നു. നല്ല അടിപൊളി അടിപൊളി വാങ്ങും. ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ സത്യം പറയാം ഞങ്ങൾ 3 പേരും ഭയങ്കര ഹാപ്പിയായി. കാരണം ജസ്റ്റ് ഒന്ന് സ്ഥലം കണ്ടിട്ട് പോകാമെന്ന് വന്ന ഞങ്ങൾക്ക് പാലക്കാട് ഭയങ്കര ഒരു എന്താ പറയുക അത്ഭുതമായിരുന്നു. ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ഫുഡും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഈ 2 ഡേയ്സ് ഞങ്ങൾ അടിച്ച് പൊളിച്ചാണ് കേട്ടോ അവിടെ സ്പെൻഡ് ചെയ്തത്. പാലക്കാട് ഇത്ര സുന്ദരിയാണെന്ന് ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളും ഞങ്ങളവിടെ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഓട്ടോക്കാർ അടിപൊളി ചേട്ടന്മാരാണ് കേട്ടോ. ഒരു അനാവശ്യ പൈസയും നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുകയോ റൂഡായിട്ട് ബിഹേവ് ചെയ്യുകയോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും പാലക്കാട് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി സ്ഥലം, നേച്ചർ, ഫുഡ്, ആളുകൾ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പാലക്കാട്. അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ ബൈ.